അമ്മു എന്താടാ ഇവിടെ? അവൻ ഓൾറെഡി പറഞ്ഞില്ലടാ, ലീഡ് ഫോട്ടോഗ്രാഫർ എന്ന്. ഈടാ നീയല്ലേ പറഞ്ഞത് അവൾക്കൊന്നും അറിയില്ലെന്ന്? ഫോട്ടോഗ്രാഫി പഠിക്കാൻ വന്നതല്ലേ? ഞാൻ ഓഡിയൻസ് ആടാ. എന്നോട് ഫോട്ടോഗ്രാഫി പഠിക്കാന്നാ പറഞ്ഞേ. എനിക്കൊന്നും അറിയില്ലടാ. ഈടാ അവിടെ ഒന്ന് നോക്കിയേ, ആ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന വിധവും ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ പഠിക്കാൻ വന്ന പോലെയാണോ തോന്നുന്നത്? പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പോലെ ഉണ്ടടാ. എന്താന്ന് അറിയില്ലടാ, ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടു 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 നമ്മുടെ അടുത്തേക്ക് പോകും. ഹായ് ഹായ്. അമ്മു, അമ്മു, നീ ഇവിടെ എന്ത് ചെയ്യാ? അമ്മു അല്ല, ഗീതാഞ്ജലി, ദി ലീഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി സ്റ്റുഡിയോ. നിനക്ക് എന്ത് ചെയ്തിട്ട് അവര് നിനക്ക് ഈ പൊസിഷൻ തന്നെ? ഇവിടെ നോക്ക്, കുറച്ച് റെസ്പെക്ട് ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. മാഡം. ഗുഡ്. ഗീതാഞ്ജലി മാഡം, ഈ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടാ ഈ പൊസിഷൻ തന്നെന്ന് പറയാൻ പറ്റുമോ? 2 days അല്ല, 3 years. ഫൈനാൻസ് കോളേജിൽ BA ഇൻ ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് ആവശ്യമുള്ള എക്സ്പീരിയൻസിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് എല്ലാരെയും പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ലീഡ് ഫോട്ടോഗ്രാഫർ ആയിട്ട് നിൽക്കുക മിസ്റ്റർ അർജുൻ. നീ എന്താ ഫോട്ടോഗ്രാഫിക്ക് കോഴ്സ് ചെയ്തെന്നോ? ഞാൻ വിശ്വസിക്കില്ല. ഓ, വിശ്വസിക്കുന്നില്ലേ? ഒരു തവണ ഇതൊന്ന് നോക്കി. I diffuse the shadows with some soft lights. Set the aperture by f/8 and f/16. Heat the shutter speed of 1/125. Set the ISO around 800 for a clean look. Match the white balance, and here it is, your perfect shot. Hello. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഒന്നുകൂടെ പറയട്ടെ. ഇന്നലെ ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തോ പറഞ്ഞില്ലേ? സ്ക്രാപ്പ് അല്ലേ? This is called the perfect shot. Understood? Both of you, get ready for the shoot. I'll see you in 2 minutes. ഓക്കെ മാഡം. അടിയാ, നീ പോലും ഫോട്ടോഗ്രാഫി എനിക്ക് ഇത്രയും പറഞ്ഞു തന്നിട്ടില്ലോടാ. ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. ഡാ, നീ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ അമ്മുവിനെ കുറിച്ച്? ഡാ, എന്നൊന്ന് വെറുതെ വിടറാ. ഇപ്പോഴും ഷോക്ക് പോയിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് എങ്ങനെ പോയാലും നിന്റെ ഫ്യൂച്ചർ എനിക്ക് 70mm സ്ക്രീനിൽ വലുതായിട്ട് കാണുന്നുണ്ട്. അമ്മ വലിയൊരു പ്ലാനിലാണെന്നാ തോന്നുന്നത്. അർജുൻ സർ, അർജുൻ സർ, അർജുൻ സർ, മാഡം നിങ്ങളെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഡാ വാടാ, മാഡം വിളിക്കുവാന്ന്. മാഡം വിളിച്ചത് അർജുൻ സാറിനെ മാത്രമാണ്, അതല്ല വാലൊന്നും വരണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞോ? ഡാ, നിന്റെ മുറപ്പെണ്ണായ കൊണ്ട് വെറുതെ വിടുക, അല്ലെങ്കിലുണ്ടല്ലോ. അത്രക്കൊന്നും വേണ്ട. ഇതിലെന്തിരിക്കുന്നു? ഉറങ്ങിക്കോ, ഞാൻ പോയിട്ട് വരാം. ശരി, നീ പോയി എൻജോയ്. അർജുൻ, കോമൺ സെൻസ് ഇല്ലേ? കേറി വരുമ്പോ നോക്ക് ചെയ്തിട്ട് വരണമെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലേ? നിങ്ങളുടെ വീടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? സോറി. ആർക്ക് സോറി? ആ ചെവറിനോടാണോ പറയുന്നേ? അയ്യ ചെവറേ, നിന്നോടാ സോറി പറയുന്നേ. ഒന്ന് റിപ്ലൈ ചെയ്തേ. സോറി വാട്ട്? സോറി മാഡം. ഉറച്ച് കേട്ടൂടാ. സോറി ഗീതാഞ്ജലി മാഡം. എന്താ പറഞ്ഞേ? ഞാൻ എന്തിനാ നിങ്ങളെ വിളിച്ചെന്നറിയാമോ? നോക്ക്, സന്തോഷ് ശിവാൻ എടുത്ത ഫോട്ടോസ് അതൊക്കെ. അതിനെന്താ കുഴപ്പം? നന്നായിട്ടില്ലേ? എന്താ പറഞ്ഞേ? അതിനെന്താ കുഴപ്പം?
നന്നായിട്ടല്ലേ ഉള്ളത് മാഡം. ഒരു ഫോട്ടോയില് എക്സ്പോഷർ അധികമാണ്, വേറൊരു ഫോട്ടോയില് ലൈറ്റിംഗേ ശരിയല്ല, വേറൊന്നില് ഷാഡോസ് അധികമാണ്. മുഴുവനായിട്ട് നിങ്ങൾ എടുത്ത ഫോട്ടോസ് എല്ലാം വെറും സ്ക്രാപ്പാണ്. സ്ക്രാപ്പോ? അതെ. ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞേ? ഫോട്ടോസ് നമ്മളോട് സംസാരിക്കണമെന്നോ? നിന്റെ ഫോട്ടോസ് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. സോ വീണ്ടും റീഷൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഗോ ഗെറ്റ് ദി സെറ്റപ്പ് റെഡി. ഗോ. നീ ഇതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്യുന്നടി, അത് നന്നായിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ അർജുൻ, ഡോണ്ട് ഗോ പേഴ്സണൽ. ഐ ആം നോട്ട് ദേർ യെറ്റ്. As a lead photographer of this studio, I'm instructing for the reshoot. Understood? യെസ് മാഡം. Good. പിന്നെ അർജുൻ, ആ ഓഫീസ് ബോയ് എടുത്ത് ഒരു കോഫി എടുത്തോണ്ട് വരാൻ പറ. ഞാൻ കോഫി. ഡാ ഡാ എന്താ ക്യാബിന്റെ നീയും ഉറപ്പണം നല്ല റൊമാൻസ് ആണോ? ഡാ, ആ ഇപ്പൊ നീ എന്നെ തോണ്ടിയാലുണ്ടല്ലോ, നീ ലൈഫിൽ കേൾക്കാത്ത മുഴുവൻ ചീത്തവിളി നീ കേൾക്കേണ്ടി വരും. വേണ്ടടാ, എന്നെ തോണ്ടരുത്. പോയി ലൈറ്റ് സെറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ മേഡത്തിന് കോഫി കൊണ്ടുകൊടുക്കാൻ പറ. ബ്രൂ ആണോ നെസ്കഫേ ആണോ? ഒറ്റ ചവിട്ടുണ്ടല്ലോ. എല്ലാരുടെ മുമ്പിലും ഞാനൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുക. ഛേ, വെച്ചിട്ടുണ്ടടി നിനക്ക്. Guys, ready? Yeah. അർജുൻ, എന്താ മാഡം? സെയിം മിസ്റ്റേക്ക്. നിങ്ങൾ മുന്നേ എടുത്ത ഫോട്ടോസിന്റെ മിസ്റ്റേക്സ് തന്നെയാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് തെളിച്ച് പറ മാഡം. ശരി, നോക്ക്. ആ ഫ്രെയിമിൽ ഷാഡോസ് എവിടെയൊക്കെയാ ഉള്ളത്? ലൈറ്റിംഗ് സെറ്റപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ ഷാഡോസ് ഇങ്ങനെ വരും. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും അറിയാം. എന്താ ഇത്ര കെയർലെസ് ആയിട്ടുള്ളത്? കുറച്ചെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേ. അവനെ കണ്ടുപിട്ടിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് അറിയില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്ക. പ്രോഡക്റ്റ് പ്ലേസ്മെന്റിൽ വെച്ച് ലൈറ്റിംഗ് സെറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ അല്ലേ? മാഡം പറയുന്നത് കേട്ടില്ലേ? ലൈറ്റ് സെറ്റ് ഇറക്കണോ? ആ സ്പോട്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യേ. ലൈറ്റിംഗ് കുറച്ചുകൂടെ വേണമായിരുന്നു. അർജുൻ, ആ LC 500 എടുത്ത് വാം ടോണിൽ സെറ്റ് ചെയ്ത് കാണിച്ചേ. സോറി. എന്താ അർജുൻ, വർക്ക് സ്പേസും അറിയത്തില്ലേ? ഫോൺ സൈലന്റ് ഇടാൻ അറിയില്ലേ നിനക്ക്? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അർജുൻ? വീണ്ടും ആരോ ചത്തെന്നാ തോന്നുന്നേ. പോയി ഫോൺ അറ്റൻഡ് ചെയ്യ. ഇത് റിയൽ ആണോ അല്ലെ ഫേക്ക് ആണോ? ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ? ഹലോ അർജുൻ,
സോ സോറി അർജുൻ. അന്ന് ഞാൻ നിന്നെ കാണാൻ വരണമായിരുന്നു, പക്ഷേ വരാൻ പറ്റാതെ ആയിപ്പോയി. ഐ എം റിയലി റിയലി സോറി അർജുൻ. ഐ വാണ്ടഡ് ടു കം, പക്ഷേ കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കൊണ്ട് എനിക്ക് വരാൻ പറ്റാതായിപ്പോയി. ഐ എം സോ സോറി അർജുൻ. അർജുൻ, നീ ലൈനിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞേ, നീ ഫേക്ക് ആണോ റിയൽ ആണോ? ഫേക്ക് ആണെങ്കിൽ ഒരിക്കലും കോൾ ചെയ്തിരുന്നു ഞാൻ. ഇപ്പം എന്തിനാ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ആൻഡ് നിനക്കെൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? അർജുൻ, നിന്റെ മൈൻഡിൽ ഇപ്പം എന്താ കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു തവണ ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക്. എന്താന്ന് വെച്ചാ പറ. അന്ന് നിന്നെ കണ്ടിട്ട് ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്, സോ ആൻഡ് സോ എല്ലാം എനിക്ക് നേരിൽ സംസാരിച്ചിട്ട് എൻ്റെ ലൈഫിലെ ആ ഡേ ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് മാറ്റാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ബാഡ് ലക്ക്, എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ സീരിയസ് ആണെന്ന് പെട്ടെന്ന് ഫോൺ വന്നത്. ആ കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. സോ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി ഞാൻ. ആ ടെൻഷനിൽ എൻ്റെ ഫോൺ വരെ മറന്നിട്ടാണ് പോയത്. സോ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതായിപ്പോയി. പിന്നെ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആയത്. അതാ നിന്നോട് ഈ കാര്യം ഒന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ കോൾ ചെയ്തത്. അർജുൻ, ആ യാ, ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ അച്ഛന്? സ്ലോ ആയിട്ട് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് ഇനി തന്നെ വിശ്വാസമായിട്ടില്ല അല്ലേ? നോ നോ, അങ്ങനെയൊന്നൊന്നുമില്ല. കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ടും വർക്ക് ടെൻഷനും കൊണ്ടും കുറച്ച് ഡിസ്റ്റർബാ. ഐ എം സോ സോറി അർജുൻ. നിനക്ക് എക്സ്പെക്ടേഷൻസ് തന്നിട്ട് ഞാൻ എങ്ങോട്ടേക്കോ പോയി. ഐ എം റിയലി റിയലി സോറി. വൺസ് എൻ്റെ അച്ഛൻ റിക്കവറായ ഉടനെ ഞാൻ നിന്നെ വന്ന് കാണുന്നുണ്ട്. ഇത്തവണ എന്തൊക്കെ നടന്നാലും നമ്മൾ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യും, പക്ക. കൂൾ കൂൾ. ആദ്യം അച്ഛൻ്റെ കാര്യമെല്ലാം റെഡി ആവട്ടെ, പിന്നെ നമുക്ക് കാണാം. അല്ല, ഇനിയും ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഐ ടെൽ യു നൗ. നോ നോ നോ, പറയണ്ട. നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. സീരിയസ്ലി? യാ, നമ്മൾ മീറ്റ് ചെയ്യുന്ന മൊമെന്റ് ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് മാറ്റാം. താങ്ക്സ് അർജുൻ. ഞാനാ പറയേണ്ടത്. നീയായിപ്പോൾ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചേ. അതെന്താ അതെന്താ അങ്ങനെ പറയുന്നേ? ഒന്നുമില്ലെന്നേ, ചെറിയൊരു വർക്ക് പ്രഷർ, അതാ. ആ അമ്മേ, ഇതാ വരുന്നു. അർജുൻ. ആ മനസ്സിലായി. ടേക്ക് കെയർ. ഓക്കെ, ബൈ. ഹാ, എൻ്റെ അമ്മേ. യെസ് യെസ്. ഇവനെന്തു പറ്റി? അമ്മുനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വട്ടു പിടിച്ചോ? ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുകയാണല്ലോ. ഡാ അർജുൻ, അർജുൻ, അളിയ അർജുൻ. എന്താടാ? ആ, അതാണ് നിന്നോട് ചോദിക്കുന്നത്. എന്താടാ നിന്റെ മുറപ്പെണ്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് വട്ടായോ? നീ എന്താ ഒറ്റയ്ക്ക് ചിരിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ. നാണം ഇല്ലാതെ നാണം കെട്ടിട്ട് നാണം കെട്ടി നിൽക്കുന്നോടാ. അവൾ വിളിച്ചടാ. അവളോ? ആരാടാ? ആ ഇൻസ്റ്റയിലെ പെണ്ണ്. ഡാ, ഇനി നീ അവളെ ബ്ലോക്ക് ചെയ്തില്ലേ? എടാ, ഞാൻ പറഞ്ഞതല്ലേ അവള് ഫേക്ക് ആണ്. അല്ലടാ, ഫേക്ക് അല്ല, റിയൽ ആണ്. ഇപ്പോഴാണ് ഞാൻ അവളോട് സംസാരിച്ചേ. എടാ, ഇനി എത്ര വട്ടം നീ പൊട്ടനാവാൻ പോവാ? എടാ, ഒന്ന് വിട്ടുകള അവളെ. ഡാ, ഇതിനപ്പുറം ഒന്നും പറയല്ലേ. അവളെ എനിക്ക് നല്ല വിശ്വാസമായി. പെട്ടെന്ന് എന്നെ കാണാൻ പോവാണ്, ഒരുമിച്ച് ജീവിക്കാനും പോവാണ്. ഇതിൽ കൂടുതൽ നിനക്കൊന്നും പറയാൻ പറ്റില്ലടാ. നീ എന്തെങ്കിലും ചെയ്തോ. പക്ഷേ നിന്റെ മുറപ്പിനോട് എന്ത് പറയും നീ? അതെന്തോ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. വല്ലാണ്ട് ചാടുക. പക്ഷേ തെറ്റ് എൻ്റെ ഭാഗത്താ. കുറച്ച് നന്നായിട്ട് സംസാരിച്ച് സോറി പറയാന്ന് വിചാരിക്കുന്നത്. ദൈവമേ, പെട്ടെന്ന് ആ കാര്യം ചെയ്യടാ നീ, അല്ലെങ്കിൽ ഉള്ള ജോബം കളയേണ്ടി വരുടാ. ടൈം നോക്കി സംസാരിക്കാം. എടാ, ഞാൻ വീണ്ടും പറയാ, ഐൻസ്റ്റീലുള്ള പെണ്ണിനെ സൂക്ഷിച്ചോ. ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ വായിനിട്ട് കുത്തിത്തരും, പോത്തിനുണ്ടായവനെ. എടാ, അങ്ങനെ അല്ല. അത് വിട്ടേക്ക്. ശരി. ഹേ,
ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഏട്ടൻ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തടി. അദ്ദേഹം എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല. അതെനിക്ക് അന്നാ മനസ്സിലായത്. അതിനുവേണ്ടി ഇതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അത് മറന്നിട്ട് നിനക്ക് നിന്റെ ജോലി നോക്കിക്കൂടെ? ഞാനും മുന്നേ അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്ന സ്നേഹ. പക്ഷെ എന്റെ ഏട്ടൻ സ്നേഹിക്കുന്ന ആ ഇൻസ്റ്റയിലെ പെണ്ണ് അത് ഞാൻ തന്നെയല്ലേ. അപ്പൊ എന്തിനാണ് ഈ വിടുന്നേ? അല്ല, ഇതൊക്കെ നടക്കുമ്പോ നിന്റെ ചേട്ടനൊന്നും പറഞ്ഞില്ലേ? ഇന്നെന്റെ ഏട്ടൻ ഒരുപാട് വിഷമിച്ചടി. പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇന്ന് സേഫ് ആയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു. ഇത്രയും നാൾ ഏട്ടനെ അമ്മുമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ അതേ സ്നേഹം ഗീതാഞ്ജലി ആയിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കറക്റ്റ് ആണെന്നാണോ പറയുന്നേ? കറക്റ്റ് ഓർ റോങ്, എന്റെ മനസ്സിന് ഇഷ്ടമുള്ളതാ ഞാൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. മെസ്സേജ് വന്നിട്ടുണ്ടടി. ഞാൻ പറഞ്ഞതല്ല, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് സംസാരിക്ക്, പിടിക്കേ. റിസ്ക് ആണെന്ന് തോന്നുന്നു എനിക്ക്. സംസാരിക്കേ. ഹലോ. ഹായ് അർജുൻ, എന്താ ഉറങ്ങിയോ? ഇല്ലില്ല, ഇത്ര പെട്ടെന്നോ? ഇനി ഒരുപാട് സമയമുണ്ട്. ഭക്ഷണം കഴിച്ചോ? യാ. നീ? അതെ, ഇപ്പഴാ കഴിച്ചേ. ടെക്സ്റ്റ് ചെയ്യുന്ന വിചാരിച്ചേ, ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്തല്ലോ. ഒന്നുമില്ല, രാവിലെ നിന്നോട് സംസാരിച്ചപ്പോ മുതല് എന്തോ ഒരു പോലെയുണ്ട്. എന്തു പറ്റി? സുഖമില്ലേ? അയ്യോ, എനിക്ക് പേടിയാവുന്നടി. ഒന്നുമില്ല, ഞാൻ നോക്കോളാന്ന് പറയില്ലേ. സംസാരിക്കേ. ഹലോ, എന്താ പെട്ടെന്ന് മ്യൂട്ടാക്കിയേ? ഇത് ഹെൽത്തായിട്ട് സംബന്ധപ്പെട്ട കാര്യമല്ല. അപ്പൊ എന്തുമായിട്ട് ബന്ധമുള്ള കാര്യ? മനസ്സായിട്ട് ബന്ധമുള്ളതാ. മനസ്സായിട്ട് ബന്ധമുള്ളതോ? ഓ ഓ ഓ എന്താ അത്? സിനിമയില് ഹീറോയിനൊക്കെ ഇങ്ങനെ ഒരു സീൻ വരുമ്പോ എന്തിനാ അങ്ങനെ വേർക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പഴാ എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നീ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്? അർജുൻ, ഞാൻ നിന്നെ നേരിൽ മീറ്റ് ചെയ്തിട്ട് ഈ കാര്യം പറയാന്നാ വിചാരിച്ചേ. പക്ഷെ അത്രയും നാളത്തേക്ക് എന്റെ മനസ്സത് താങ്ങുന്നില്ല. I love you, അർജുൻ. എത്ര നാളായി എന്നറിയോ ഈ കാര്യം പറയാനായിട്ടിരുന്നേ? ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിന്നോട് ഞാൻ പറഞ്ഞു. സത്യമായിട്ട് പറയാ, എനിക്ക് ഇപ്പൊ തന്നെ ഈ സെക്കൻഡില് നിന്നെ കാണണം തോന്നുക. പക്ഷെ വേണ്ട, കാണുന്ന സമയത്ത് വീണ്ടും പറയാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് എ സ്പെഷ്യൽ ഡേ. പക്ഷെ സത്യം പറയണേ, ഇപ്പൊ എന്റെ സന്തോഷത്തിന് അതിര് പോലും ഇല്ല. കുറച്ച് സിനിമാറ്റിക് ആയിരിക്കും. നിന്നെ കാണുന്ന ആ സമയത്തിന് വേണ്ടി 1000 കണ്ണുമായി ഞാൻ കാത്തിരിക്കും. ഇപ്പൊ എന്താ പറയാ? പെട്ടെന്ന് തന്നെ. ഐ എം വെയിറ്റിംഗ്. നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ.